പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമമായിട്ട് പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 തിമോഥെയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. പ്രൈസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം ആർക്കാണ്? ലോകത്തിലുള്ള സകല ജനത്തിനും സമ്മതമാവണ്ണം ഹല്ലേലൂയ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. പ്രൈസ്. അപ്പം ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ ജഡത്തിൽ വെളിപ്പെട്ട ആരെ? കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആത്മാവിൽ നീതീകരിക്കപ്പെട്ട ഒറ്റ വ്യക്തി. പ്രൈസ്. ഹല്ലേലൂയ. ദൂതന്മാർക്ക് പ്രത്യക്ഷനായവൻ. ഹല്ലേലൂയ. ആനന്ദ ജാതിയുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, 5 ലോകത്തിൽ വിശ്വസിക്കപ്പെട്ട്, തേജസ്സിൽ എടുക്കപ്പെട്ട്, മറ്റാർക്കും അവകാശം പറയാൻ കഴിയാതെ ഒരേ ഒരു അവകാശി. ഇതാണ് ദൈവഭക്തിയുടെ മർമ്മത്തെ കുറിച്ച് പൗലോസ് വെളിപ്പെടുത്തി. ഇത് സകല ജനത്തിനും, ലോകത്തിലുള്ള സകല ജനത്തിനും വിശ്വസിക്കുവാൻ സമ്മതവണ്ണം ആമേലിയ ഈ വചനം വെളിപ്പെടുത്തിയത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ചില രാജ്യങ്ങൾ യേശുവിനെ ഭയപ്പെടുന്നു, ചില വ്യക്തികൾ യേശുവിനെ ഭയപ്പെടുന്നു, ഭരണ സംവിധാനങ്ങൾ പലരും യേശുവിനെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശു ക്രിസ്തുവിന് ഇത്രമാത്രം പ്രതികൂലങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ പ്രതികാരം ചെയ്യുവാൻ വേണ്ടി അനവധി ആളുകളെ യേശുവിനെതിരെ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനോട് ഇന്നും പ്രതികാരം വീട്ടുന്നവർ അനവധി ആളുകളാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന് അനവധി പ്രതികൂല സാഹചര്യങ്ങളും അനവധി ആളുകൾ യേശുവിനോട് പ്രതികാരം തീർക്കാൻ നടന്നതുപോലെ തന്നെ ഇന്നും അത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, യേശുവിന്റെ ആരെ പ്രതികാരം തീർക്കാൻ നടക്കുന്നതല്ലേ? ഞാൻ പറഞ്ഞുതരാം. യേശു ക്രിസ്തുവിനോട് നിങ്ങൾ നേരിട്ടല്ല പ്രതികാരം തീർക്കുന്നതെങ്കിലും സകല ജനത്തിനും സമ്മതമാവണ്ണം ജഡത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ദൈവസഭ, ദൈവമക്കൾ, ക്രൈസ്തവ സമൂഹത്തെ നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങൾ ഉപദ്രവിക്കുന്നത്, ക്രൈസ്തവ സമൂഹത്തെ ഉപദ്രവിക്കുന്നതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനോടാണ്. ഹല്ലേലൂയ. നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ പ്രതികാരം വെച്ച് പുലർത്തുമ്പോൾ യേശുവിനോടാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് ലോകം മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സകല ജനത്തിനും പറയും ഇവൻ യഥാർത്ഥ രക്ഷകനാണെന്ന്. സകല ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ഇവൻ ജഡത്തിൽ വെളിപ്പെട്ടതാണ്. അതിനെ ഒന്ന് തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ശ്രോതാവി, താങ്കൾ എത്ര കാലമായി എന്തെല്ലാം തന്ത്രങ്ങൾ ഒരുക്കി ഇന്ന് വരെ കഴിഞ്ഞു. ഇനിയെങ്കിലും നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങ്, മാനസാന്തരപ്പെട. ഈ രക്ഷകനിലൂടെ മാത്രമേ താങ്കൾക്ക് രക്ഷയുണ്ടാകത്തുള്ളൂ. അല്ലാതെ താങ്കളുടെ എന്ത് കുതന്ത്രങ്ങൾ കൊണ്ടുവന്നാലും, എന്തെല്ലാം സംവാദങ്ങൾ നടത്തിയാലും, എന്തെല്ലാം തന്ത്രങ്ങൾ മേലഞ്ഞൊരുങ്ങി കണ്ടുപിടിച്ച് കൊണ്ടുവന്നാലും താങ്കൾ പരാജയപ്പെട്ടവനാ. ഹല്ലേലൂയ. ഞങ്ങളോട് നിങ്ങൾ പ്രതികാരം കാണിക്കുമ്പോൾ, പ്രതികാര ദാഹം ഞങ്ങളോട് തീർക്കുമ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നത് യേശുവിനോടാണ്. കാരണം ഞങ്ങൾ കർത്താവിന്റെ ജനമാണ്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. യേശുവിനെ അനുഗമിക്കുന്നവരാണ് ഞങ്ങൾ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്നവർ സ്നേഹിത, ദൈവത്തിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം എത്ര വലുതാണ് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിൽ ആരും തരാത്ത സ്നേഹമാണ് യേശു തരുന്നത്. ലോകത്തിൽ നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കത്തില്ല. നിങ്ങളുടെ ഭാര്യ സ്നേഹിക്കത്തില്ലെന്ന്, നിങ്ങളുടെ ഭർത്താവ് സ്നേഹിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കത്തില്ല. യേശു സ്നേഹിക്കുന്ന പോലെ സ്നേഹം എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് പറയാമോ? യേശു സ്നേഹിക്കുന്ന പോലെ സ്നേഹം എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന പറയാവോ സൗകര്യം? യേശു സ്നേഹിക്കുന്ന പോലെ സ്നേഹം എൻ്റെ അപ്പനും അമ്മയിൽ നിന്ന് കിട്ടുന്നൊക്കെ പറയാവോ? ഒരിക്കലും പറയില്ല.
അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവ് ഭാര്യയെ വിട്ട് മറ്റൊരു ബന്ധം ഒരുങ്ങുമോ? ഭാര്യ ഭർത്താവിനെ വിട്ട് മറ്റൊരു ബന്ധമോ? മക്കൾ അപ്പനന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കത്തില്ലേ? പരസ്പര സ്നേഹം. മക്കൾ അപ്പനെ അമ്മയെ സ്നേഹിച്ചില്ലെങ്കിൽ അവരെ ഓൾട്ടർനേറ്റീവ് കൊണ്ട് വിട്ടുപോകും. അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞ യേശുവിന്റെ കേട്ടോ വിലയേറിയ സ്നേഹം. അല്ലേ? അപ്പൊ യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലൊരു അനേകർക്ക് സന്തോഷിക്കുവാനുള്ളതാണ്. യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷിക്കുവാനുള്ളതാണ്. കലങ്ങിയ കണ്ണുമായി കണ്ണുനീരോടെ വീർപ്പ് മുട്ടി ശ്വാസം അടക്കപ്പിടിച്ച് ഒന്ന് ചിരിക്കുവാനോ ഒന്ന് കരയുവാനോ അല്ലെങ്കിൽ കഴിയാതിരിക്കുന്നവരുണ്ട്. ശ്വാസം അടക്കി പിടിച്ച് ഒന്ന് ചിരിക്കാൻ പറ്റത്തില്ല. ചിരിച്ചാൽ ചോദ്യം ചെയ്യും, ഒന്ന് കരഞ്ഞാൽ ചോദ്യം ചെയ്യും. അങ്ങനെ ശ്വാസം അടക്കിപ്പിടിച്ച് ചങ്ക് പൊട്ടി മരിക്കുന്നതിന് തുല്യമായി ജീവിക്കുന്നവർ ഇന്നും സമൂഹത്തിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടുണ്ട്. ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഒരുപാട് പേർക്ക്. ഒരിക്കലും ഒരു സഹോദരി എൻ്റെ പാസ് ഒന്ന് ചിരിക്കാൻ പറ്റത്തില്ല. ഒന്ന് ചിരിച്ചാൽ അപ്പം ചോദ്യം ചെയ്യും. ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അറിയാതെ ഒന്ന് ചിരിച്ചു പോയാൽ അപ്പോൾ തന്നെ പ്രശ്നമായി. അല്ലേ? പല ചോദ്യചിഹ്നങ്ങളും വരും. ഞാനൊന്ന് കണ്ണു നിറഞ്ഞു പോയാൽ അപ്പം ചോദ്യചിഹ്നം വരും. അല്ലേ? അത്ര സ്നേഹം ഇല്ലായ്മപ്പെട്ടു പോയ ലോകത്തിൽ നമ്മെ സ്നേഹിക്കുന്നവൻ ഒരുവൻ യേശു മാത്രമാണ്. അല്ലേ? അതുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. യേശുവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഈ ഭൂമിയിലെ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ നിന്നെ മറ്റുള്ളവർ സ്നേഹിക്കും കരുതും, നിന്റെ താനാണ് തണലാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നവരെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ വിട്ടിട്ട് നീ മടങ്ങി വന്നിട്ട് നിന്നെ അവൻ ജീവനോളം സ്നേഹിക്കുന്ന യേശുവിലേക്ക് വാ. നിന്റെ ഹൃദയത്തിനകത്ത് സന്തോഷം നിറയും. പ്രൈസ്. ഹൃദയം വിങ്ങിപ്പൊട്ടുന്ന അനവധി സാഹചര്യങ്ങളില്ലേ നിങ്ങൾക്ക്? ഒരുപാട് നൊമ്പരങ്ങളുടെ കടന്നു പോകുന്നില്ലേ? ഒരു സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ ദാഹിക്കുന്നുണ്ട്. ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദരി, എന്റെ ഭർത്താവിനെ ഒന്ന് സ്നേഹിച്ചെങ്കിൽ സ്നേഹത്തോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കാറില്ലേ? അല്ലേ? എത്രയോ അപ്പനമ്മമാർ മക്കൾ സന്തോഷത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. എത്രയോ സഹോദരിമാരുടെ വായിൽ നല്ലൊരു വാക്കിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്നാണ് ഞാനൊരു സഹോദരി പറഞ്ഞത്, നിങ്ങൾ വേണേ ഇവിടെ ജീവിച്ചോ, ജോലി ചെയ്യുന്നത് ഞാനാ. ജോലി ചെയ്ത് ഞാൻ അധ്വാനിച്ചു കൊണ്ടുള്ള പൈസ കൊണ്ട് നിങ്ങൾക്ക് ദൂർത്തടിച്ച് നിങ്ങൾ ലാഭിട്ടടി വേണേ ഇവിടെ ഇരുന്നോടെ ഞാൻ പറയുന്നുണ്ട്. സഹോദരി ഭർത്താവിനോട് പറയാ, ശംഖു പൊട്ടുവേരെ പൊട്ടും. പ്രൈസലോ. അല്ലേലുയ. ഇതൊക്കെയാ ലോകം കേട്ടോ. ഇതിന്റെ നടുവിലാണ് യേശു നമ്മെ സ്നേഹിക്കുന്നത്. ആരും തരാത്ത സ്നേഹം. അല്ലേ? ഈ ദൈവഭക്തിയുടെ മർമ്മമാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ട്, യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് സകല മനുഷ്യർക്ക് സമ്മതമാകുന്ന നിലയിൽ ഈ വചനം പൗലോസ് നമുക്ക് നൽകുന്നത്. പൗലോസ് പരിശുദ്ധാത്മാവ്. പൗലോസ് പ്രസംഗിക്കുന്ന മുഴുവൻ പരിശുദ്ധാത്മാവ്. ആ സ്നേഹമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. രക്തം ചെയ്യും. സഹോദരി, സഹോദര, നിന്നെ സ്നേഹിപ്പാൻ യേശുണ്ട്. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ യേശുണ്ട്. നിന്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ യേശുണ്ട്. നിന്റെ അരികിലിരുന്ന് സന്തോഷം കേൾക്കാൻ നിന്റെ മാതാപിതാക്കോ നിന്റെ അപ്പനോ അമ്മയ്ക്കോ കഴിയുമോ? അല്ലേ? എന്റെ ഭർത്താവിന് കഴിയും, ഭാര്യയ്ക്ക് കഴിയും നിന്റെ സങ്കടം കേൾക്കാൻ? ഇല്ല. വീടെടുക്കപ്പെട്ട ദൈവമക്കൾ ഇരിക്കെ വന്ന് നിന്റെ സങ്കടം പറയുമ്പോൾ അവരാ സങ്കടക്ഷമയോടെ കേട്ടിരുന്നിട്ട് നിങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് സ്വന്തമെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ സ്നേഹം കൊടുത്താൽ നമ്മളെ കബളിപ്പിച്ച് പോകുന്നവരുണ്ട് കേട്ടോ. അല്ലേ? അത് പിന്നെ നമുക്ക് പ്രശ്നം. കാരണം യേശുവിനെ അങ്ങനെ തന്നെയായിരുന്നു ജനം ചെയ്തത്. അത്ഭുതങ്ങൾ കാണാനും അടയാളങ്ങൾ കാണാനും 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയപ്പോഴും, അല്ലെങ്കിൽ 7 അപ്പം കൊണ്ട് 4000 പേരെ പോറ്റിയപ്പോഴും ഒക്കെ രോഗത്തിന്റെ സൗഖ്യവും ഒക്കെ നടന്നപ്പോൾ അനവധി ആളുകൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ്. അവസാനം ഗെത്സമനെ വന്നു കഴിഞ്ഞപ്പോഴും എല്ലാവരും കൂട്ടം വിട്ട് ഓടിക്കളഞ്ഞു. അപ്പൊ എല്ലാവർക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാനും നന്നായി പോഷിക്കപ്പെടും, നന്നായിട്ട് കിട്ടുമെന്നൊക്കെയുള്ള ചിന്തയിൽ യേശുവിനെ അനുഗമിക്കും. കഷ്ടം വരുമ്പോൾ ഓടും. അല്ലെ? ക്രിസ്തുവിനോട് കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ പരിലോടിപ്പോവും. ഗെത്സമനെ ശിഷ്യന്മാരടക്കം ഓടിയതുപോലെ നീയും ഓടും. അല്ലേ? എന്നാൽ ഓടാതെ നിൽക്കാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. പ്രൈസ്. അപ്പൊ നിങ്ങൾ കാണും, വിശ്വാസികൾ ഓടുന്നുണ്ടല്ലോ. വിശ്വാസികൾ ഓടുന്നുണ്ടെങ്കിൽ അവര് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ദൈവഭക്തിയുടെ ക്രിസ്തീയ സഭാ വിശ്വാസികളെ, ക്രിസ്തീയ സഭാനിഷ്ഠയുടെ ഈ വിശുദ്ധിയുടെ രഹസ്യം എന്ന് പറയുന്നതാണ് ഈ വചനത്തിൽ നമുക്ക് കാണുന്നത്. യേശു ക്രിസ്തുവിന്റെ ദൈവിക പൂർണ്ണതയിൽ
ആമൻ ജീവിച്ച ക്രിസ്തുവിനോടുള്ള സത്യം ഈ വാക്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ദൈവിക സത്യത്തിന്റെയും വിശുദ്ധിയുടെയും പൂർണ്ണത, അല്ലേലൂയ, ഈ ജഡത്തിൽ വെളിപ്പെട്ട് മനുഷ്യനായി ഈ ഭൂമി ജീവിച്ച ക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന സ്നേഹത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ, യേശു നമ്മോട് സംസാരിക്കുമ്പോൾ, നമ്മൾ ആ വചനത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ ജീവിതം തകരുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജഡത്തിലെ അഴുക്കുകളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയെ തികയ്ക്കണം. പ്രൈസ്. ഇവിടെ വചനം പറയുന്നത്, ഹല്ലേലൂയ, അപ്പോസ്തലന്മാർ മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ ജഡത്തിലെ വെളിപ്പാട് മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അപ്പോസ്തലന്മാരിൽ കൂടെ ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടത് മുതൽ സ്വർഗാരോഹണം വരെയുള്ള സത്യമാണ് വിളിച്ചു പറയുന്നത്. ഞങ്ങൾ പറയുന്ന സത്യവേദ പുസ്തകത്തിലത്തെ സത്യവചനങ്ങൾ ഞങ്ങൾ എങ്ങോന്ന് കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന് യോജിപ്പിച്ചെടുത്ത പുസ്തകമൊന്നും അല്ലിത്. പരിശുദ്ധാത്മാവിനൊക്കെ എഴുതി തന്ന. പലരും പറയും ബൈബിൾ തിരുത്തി, ബൈബിൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ബൈബിൾ അതുണ്ട് ഇതുണ്ട്, അത് അവരുടെ ഇഷ്ടത്തിന് എഴുതിയതാ എന്നൊക്കെ പറയുന്നവരോട് പറയട്ടെ, ഞങ്ങൾക്കാർക്കും ഇത് എഴുതാൻ പറ്റത്തില്ല. ഞങ്ങൾ ആരും എഴുതത്തുമില്ല. കാരണം പരിശുദ്ധാത്മാവിനെ എഴുതി കെട്ടിയ ഒരു വചനം ഞങ്ങൾക്കുള്ളതുകൊണ്ട്, ബൈബിൾ ഉള്ളതുകൊണ്ട് ഇനി ഞങ്ങളത് എഴുതാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങളിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ബൈബിൾ എഴുതുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ മാറ്റി മാറ്റി എഴുതി പേര് പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ എഴുതുന്നവരുണ്ട്. അവരെഴുതിക്കോട്ടെ, അല്ലേ? പക്ഷേ ഈ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്റെ ജീവൻ അവരെഴുതിയ ബൈബിളിൽ ഇല്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ജീവന്റെ വചനമാകട്ടോ. എന്താണ്? അവൻ ജഡത്തിൽ വെളിപ്പെട്ട് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷമായി, ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ് എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം, ഹല്ലേലൂയ, വലിയതാകുന്നു. ഇതിനൊക്കെ നിഷേധിക്കാനൊന്നും കഴിയില്ല കേട്ടോ. എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ ലോക ജീവിതത്തിനകത്ത് നിനക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ നീ താറുമാറാക്കി കളയാതെ, അതിനെ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുമ്പോൾ പിച്ചു ചീന്തുന്നത് പോലെ നിന്റെ ജീവിതത്തെ നീ പിച്ചു ചീന്തി കളയാതെ നിന്റെ ജീവിതത്തെ യേശുവിന് കൊടുക്കണം. കുരങ്ങന്റെ ഈ പൂമാല കിട്ടിയ നിനക്കറിയാമല്ലോ അല്ലേ? കുരങ്ങന്റെ കയ്യിലോട്ടൊരു പൂമാല കൊടുത്ത തൊട്ടി നേരത്തിനുള്ള അവനെ പിച്ചു ചീന്തി നാനാവ്രതമാക്കി അങ്ങോട്ട് കറിഞ്ഞ് ഇങ്ങോട്ട് കറിഞ്ഞ് പുള്ളി എന്നിട്ട് ചാടി മരത്തെ കയറും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കയ്യിലേക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവനെ അത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പിച്ചു ചീന്തി കളയുക. നിങ്ങളുടെ ജീവിതം ഈ ലോകത്തിന്റെ ജടികമായ സുഖങ്ങൾക്കും മദ്യത്തിനും മയക്കുമരുന്നും ലഹരിക്ക്, ഈ ലോകത്തിന്റെ ജടികമായ എല്ലാ അനുഭവങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ കുരങ്ങൻ പൂമാല പിച്ചു ചെയ്യുന്ന പോലെ ജീവിതത്തെ പിച്ചു ചെയ്ത് കളയരുത്. എന്റെ ജീവിതം വെളിപ്പെട്ട് വളരെ വലുതാ. എന്റെ ജീവിതത്തിനകത്ത് യേശു വെളിപ്പെടണം. എന്റെ ജഡത്തിൽ യേശു വസിക്കണം. എന്റെ ഹൃദയത്തിൽ യേശു വസിക്കണം. അല്ലേ? ആ ജഡത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒക്കെ യേശു വസിക്കുന്ന ജഡത്തിലെ ആത്മാവിലെ സകല കൺവെഷവും നീക്കി കളഞ്ഞ് വിശുദ്ധിയെ തികച്ചുകൊണ്ട് ദൈവഭക്തിയിൽ നിൽക്കുന്നവരിലാണ് ഈ ദൈവഭക്തിയുടെ മർമ്മം വെളിപ്പെടുന്നതെന്ന് പറയുന്നത്. രക്തം ചെയ്യും. പ്രൈസലോ. വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളിനി വിശ്വസിച്ചാലും വചനത്തിന് മാറ്റമൊന്നുമില്ല. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് ക്രിസ്തുവിന്റെ, യേശുവിനെ കുറിച്ചുള്ള രഹസ്യം എന്താണ്? യേശുവിനെ കുറിച്ചുള്ള വിശേഷത എന്താണ്? ചിലര് പറയും യേശു യേശു എന്താ? യേശുവിന് ഒരുപാട് യേശുവിനെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും വെളിപ്പെടുത്തക്കത് ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവനെ കുറിച്ച് ഒരുപാട് വിശേഷതകളുണ്ട്. ഹല്ലേലൂയ. എന്താണ് യേശുവിനെ കുറിച്ചുള്ള രഹസ്യം? എന്താണ് യേശുവിനെ കുറിച്ചുള്ള വിശേഷത? അതാണ് നമ്മൾ വായിച്ച വചനത്തിൽ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. യേശുവിനെ കുറിച്ചുള്ള രഹസ്യം, യേശുവിനെ കുറിച്ചുള്ള വിശേഷത, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നതാകുന്നു ആ മഹാസത്യം എന്ന് പറയുന്നത്. അത് രഹസ്യം മാത്രമല്ല, നമ്മുടെ ആനന്ദത്തിന്റെ ആധാരവും അതാകുന്നു. യേശു ജഡത്തിൽ വെളിപ്പെട്ടത് രഹസ്യം മാത്രമല്ല, ഹല്ലേലൂയ, അതവന്റെ വിശേഷത മാത്രമല്ല, നമ്മുടെ ആത്മാവിന്റെ ആനന്ദത്തിന് വേണ്ടി അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. നിന്റെ പാപത്തെ പരിഹരിക്കുവാൻ, നിന്റെ ശാപത്തെ നീക്കുവാൻ, നിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ, നീ കടന്നു പോകുന്ന പാരമ്പര്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാ കഷ്ടതയിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ വേണ്ടി യേശു ജഡത്തിൽ വെളിപ്പെട്ടു.
അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ അത് നിന്റെ രക്ഷയ്ക്കാണ്, നിന്റെ മാനസാന്തരനാണ്, നിന്റെ വിശുദ്ധിക്കാണ് നീ വിശ്വസിക്കുന്നെങ്കിൽ ശ്രോതാവേ, ഹല്ലേലൂയ, നിനക്ക് ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ ഇങ്ങോട്ട് ഇടിഞ്ഞു വന്നാലും ഹല്ലേലൂയ നിനക്ക് നിൽക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവൻ ഇളകി വന്നാലും നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ. അത് ലോകത്തിന്റെ സ്വഭാവമാണ്. ഒരു ക്രിസ്തു ഭക്തൻ എന്ന് പറയുന്നവൻ ഹല്ലേലൂയ അവൻ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകനെ അല്ലേ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന് മുന്നേ വഴിയൊരുക്കാൻ വന്നവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ അതിശക്തമായി പ്രസംഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷമായി യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ കുറിച്ച് നാം ശക്തമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. അതിനേക്കാൾ ശ്രേഷ്ഠമായി നാം യേശുവിനെ പ്രസംഗിക്കുന്നുണ്ട്. അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട മുൻകാലങ്ങളിൽ കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വിശുദ്ധന്മാരെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. പലരും ലോകം ഇടിഞ്ഞു ഉയരത്തക്ക പോലെ അവർക്ക് നേരെ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ വന്നിരുന്നു. യേശു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനെ ആമെ തകർത്ത് കളയുവാൻ വേണ്ടി യോഹന്നാനെ നശിപ്പിച്ച സുവിശേഷം നാമെ നിർമൂലമാകുമെന്നോർത്ത് ഡൊമീഷ്യന്റെ ചാർജിന്റെ കാലഘട്ടത്തിൽ, ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ യോഹന്നാനെ ആമെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് ആമെ വറുത്തെടുക്കാൻ നോക്കി. ഹല്ലേലൂയ. തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തേക്ക് യോഹന്നാനെ ഇട്ട് വറുത്തെടുക്കാൻ നോക്കിയെങ്കിലും ആ എണ്ണയിലേക്ക് യോഹന്നാനെ ഇട്ട് കഴിഞ്ഞപ്പോൾ എണ്ണ നല്ല കൂളായി, തണുപ്പായി മാറി. യോഹന്നാൻ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് കിടന്നിട്ടും ആമൻ അന്ന് തടിച്ചുകൂടി ജനത്തിന് മനസ്സിലായി ഇവനെ എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ കഴിയുകയില്ല എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ലോകം ഇടിഞ്ഞു വന്നപ്പോഴും, ലോകം ഒന്നടങ്കം യോഹന്നാനെതിരെ പ്രതികൂലമായി വന്നപ്പോഴും യോഹന്നാൻ പതറിപ്പോകാതെ നിന്നതിന്റെ കാരണം എന്താ? ജഡത്തിൽ വെളിപ്പെട്ടു വന്ന യേശുക്രിസ്തു എന്ന ദൈവഭക്തിയുടെ മർമ്മം സകല ജനത്തിനും വെളിപ്പെടുവാൻ ദൈവം യോഹന്നാനെ ഉപയോഗിച്ചു. തുടർന്ന് ആമീൻ ചക്രവർത്തിമാർ പറഞ്ഞ് ഇനി ഇവനെ നാട്ടിൽ വെച്ചിട്ട് കാര്യമില്ല, ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല. ഇവനെ നമുക്ക് കൈകാര്യം ചെയ്യണം. ആരെ? യോഹന്നാനെ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്തു? രാജൻ ചക്രവർത്തി, ഡൊമീഷ്യൻ ചക്രവർത്തിമാരെല്ലാം കൂടെ ആലോചിച്ച് കാണും. അന്നത്തെ പണ്ഡിതന്മാരും പാമ്പന്മാരും ഒക്കെ ചിന്തിച്ച് കാണും ഇവനെ എന്ത് ചെയ്യും. അപ്പം ജനമെല്ലാം കൂടി കൂടി ഒരു സുനഹോസ് കൂട്ടുന്ന ഒറ്റ കൂട്ടം ഒന്നിച്ചു കൂടി ആലോചിച്ചു പറഞ്ഞു, അവനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവൻ ഇനി ഇവിടെ പ്രസംഗിക്കരുത്, അവനെ നമുക്ക് പത്മോസിലേക്ക് നാട്ടുകടത്താം. അല്ലേ? എല്ലാവർക്കും സമ്മതമായി. അങ്ങനെ യോഹന്നാൻ പത്മോസിലേക്ക് നാട്ടുകടത്തിയെങ്കിലും പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ചെന്നിട്ടും യോഹന്നാന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ തീ ഉണ്ടല്ലോ, ആ തീ അണയ്ക്കാൻ ചക്രവർത്തിമാർക്ക് കഴിഞ്ഞില്ല. പത്മോസിന്റെ ഏകാന്തതയിലും ദൈവത്തോട് ചേർന്നവൻ, ദൈവീയ ദർശനം പ്രാപിച്ചവൻ ആ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു കാണും, അവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാണ്, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവനാണ്, ദൂതന്മാർക്ക് പ്രത്യക്ഷായവനാണ്, ജാതികളുടെ പ്രസംഗിക്കപ്പെട്ട ലോകത്തിൽ ആമേ സ്തോത്രം വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടവനാ, ഞാൻ അവനെ കുറിച്ച് പ്രസംഗിക്കുമെന്ന് യോഹന്നാനും പറഞ്ഞു. എന്തുകൊണ്ട്? ലോകം മുഴുവൻ എതിരായിപ്പോഴും യോഹന്നാൻ അടക്കമുള്ള സുവിശേഷകർ സത്യവചനത്തെ യഥാർത്ഥം പ്രസംഗിച്ചുകൊണ്ട് രക്ഷിപ്പം വകയില്ലാത്ത വേലക്കാരനെ ദൈവത്തിന് കൊള്ളാകുന്നതിനെ നിന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സോദാവേ, ലോകം മുഴുവൻ ഇടിഞ്ഞു വന്നാലും ഞങ്ങൾ ഇതിട്ടിട്ട് ഓടത്തില്ല. അല്ലേ? ഒരിക്കല് എന്നോട് കുറച്ചുപേര് പറഞ്ഞേ, നീ ആ പത്തനംതിട്ടക്കാരനല്ലേ, നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വെറുതെ വിടത്തില്ല, നീ ഞങ്ങളുടെ ലിസ്റ്റിലാ, നീ ഞങ്ങളുടെ കണ്ണിലാ, നിന്നെ ഞങ്ങൾ വെറുതെ. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ചേട്ടാ, ഈ ഭൂമിയിൽ ഒരിക്കൽ മാത്രമേ ജീവിതമുള്ളൂ, രണ്ടാമത് ജീവിതമില്ല. നിങ്ങളെ പേടിച്ചാൽ ഒളിക്കാൻ ഇവിടെ എങ്ങും കാടുമില്ല, പിന്നെ ഞാൻ എങ്ങോട്ട് ഓടാനാ? അല്ലെ, എനിക്ക് ജീവിക്കണം. അത് മാത്രമല്ല, ഞാൻ അറിഞ്ഞൊരു സത്യത്തെ എനിക്ക് വെളിപ്പെടുത്തണം. അത് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നവരും ഞാനും എൻ്റെ ജോലി, ഒരു ജോലി എൻ്റെ കർത്താവ് ഏൽപ്പിച്ചു. അല്ലേലിയ, ഞാനത് ചെയ്യുന്നു. അതെന്താണ് ജോലി? അവൻ ജഡത്തിൽ വെളിപ്പെട്ടും ആത്മാവിൽ നീതീകരിക്കപ്പെട്ട ദൂതന്മാർക്ക് പ്രത്യക്ഷമായി. അല്ലേലിയ, ജാതികളിൽ പ്രസംഗപ്പെട്ടു ലോകത്തിൽ തേജസ്സിൽ എടുക്കപ്പെട്ടുള്ള സത്യം എനിക്കും വിളിച്ചു പറയണം. അല്ലേലിയ, ഞാൻ അവരോട് പറഞ്ഞു കേട്ടോ, നമ്മൾ ഓടിക്കാൻ കാടുവല്ലോ ഉണ്ടോ? ഇതാണ് ലോകം മുഴുവൻ സംസാരിക്കുന്ന ഒറ്റ വിഷയം, യേശുവിനെ കുറിച്ച്. ലോകം മുഴുവൻ ഭയപ്പെടുന്ന യേശുവിനെ കുറിച്ച്, ലോകം മുഴുവൻ ഭയപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തെ. അല്ലേ? ലോകം മുഴുവൻ ക്രൈസ്തവ സമൂഹത്തെ ഭയപ്പെടുന്നതുകൊണ്ടാണല്ലോ ഇവിടെ തീവ്രവാദം വളരുന്നത്, ഇവിടെ ഭീകരവാദം വളരുന്നത്, ഇവിടെ വർഗീയത വളരുന്നത്. എന്തുകൊണ്ടാ? യേശു രക്ഷകനായതുകൊണ്ടാ.
യേശുവിനെതിരെ ഈ പ്രതികൂലങ്ങളെല്ലാം നിൽക്കുന്നത്. നിങ്ങൾ എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു കൊണ്ടുവന്നാലും, ആകാശം ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞാലും, ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസീദാസന്മാർ അവരിതൊന്നും കണ്ട് ഭയപ്പെട്ടു പോകുന്നവരല്ല. ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ വീണ്ടെടുപ്പിന്റെ വില, അപ്പൊ യേശുവിനെ കുറിച്ചുള്ള രഹസ്യം, ഹല്ലേലൂയ, യേശുവിനെ കുറിച്ചുള്ള വിശേഷത, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. അവൻ ജഡത്തിൽ വെളിപ്പെട്ട് ആത്മാവിൽ നീതീകരിക്കപ്പെട്ട് ഭൂതന്മാർക്ക് പ്രത്യക്ഷനായി ലോകത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വിശ്വസിക്കപ്പെട്ട് തേജസ്സിൽ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. അദർശനായ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അദൃശ്യനായ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അവർത്തിയുള്ളവനും ആരും കാണാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമായ അദൃശ്യനായ ദൈവത്തെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. യേശു ജഡത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നിങ്ങളൊക്കെ ജീവിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. പഴയ നിയമ കാലപ്രകാരമായതിൽ ഈ ഭൂമിയിൽ എത്ര പേര് കണ്ടേനെ? അവൻ ജഡത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാണ്. ആമേൻ. യേശു നമുക്ക് തന്ന രക്ഷയാണ്. യേശു നമ്മോട് കാണിച്ച കരുണയാണ്. യേശു നമ്മോട് സ്നേഹിച്ച മത്സരമാണ്. യേശു നമ്മെ കരുതിയ കരുതലാണ് ഇന്ന് ഞാൻ നിങ്ങളോട് നിൽക്കാൻ കാരണം. പ്രൈസ്. നിന്റെ ആരോഗ്യം കൊണ്ടോ, ബലം കൊണ്ടോ, കഴിവുകൊണ്ടോ, ശക്തി കൊണ്ടോ, പണം കൊണ്ടോ, ആമേൻ, നിന്റെ മേൽക്കോയ്മ കൊണ്ടോ, നിന്റെ പാരമ്പര്യം കൊണ്ടോ, നിന്റെ അധികാരം കൊണ്ടോ, ആമേൻ, നിന്റെ വിദ്യാഭ്യാസം കൊണ്ടോ, സഹോദര സഹോദരി, നിനക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നിനക്ക് ഇവിടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ട യേശുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ വേണം. ഏരിയ ചിലവർ ഞങ്ങൾ അല്ലേ, അല്ല, നിനക്ക് ഞങ്ങൾ എന്ന് പറയാനും എൻ്റെ സ്വയത്തിൽ പ്രശംസിക്കാൻ ഒന്നുമില്ല സഹോദര. നിങ്ങൾക്ക് രക്തം ചെയ്യും. പ്രൈസ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് തന്നെയാണ്. കാരണം എൻ്റെ യേശു ജഡത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. യേശു ജഡത്തിൽ വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മൺമറഞ്ഞു പോയേനെ. അവൻ പറഞ്ഞു, ഞാൻ ജഡത്തിൽ വെളിപ്പെട്ടത് മകനെ നിനക്ക് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞത്. ഇന്ന് പകൽ യേശു നിങ്ങളോട് പറയുക, സഹോദരി സഹോദര, ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന മാതാവി പിതാവി പരിശുദ്ധാത്മ പറയുന്ന ദൂതെന്താ? അവൻ നിനക്ക് വേണ്ടി ആ ജഡത്തിൽ വെളിപ്പെട്ടത്. നിന്റെ കഷ്ടത മാറുവാൻ, നിന്റെ സങ്കടം മാറുവാൻ, നിന്റെ ദുഃഖം മാറുവാൻ, നിന്റെ കണ്ണുനീര് മാറുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, ലോകത്തിന്റെ കരങ്ങളെല്ലാം പിന്നോക്കം വരിയുമ്പോൾ ഒരിക്കലും പിന്നോക്കം വലിക്കാത്ത ഒരു കരമുണ്ട്. ആ കരം സ്വർഗത്തിൽ നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന കൈയാണ്. അവന്റെ കർത്താവ്, എന്റെ വലകൈ വീര്യം പ്രവർത്തിക്കുന്നു. അത് നിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ അവന്റെ വലകൈ നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നിലയില്ല കയത്തിൽ മുങ്ങി താഴുമ്പോഴും കച്ചിത്തൊരു ആശ്രയം എന്ന് പറഞ്ഞതുപോലെ അതേ സാഹചര്യത്തിൽ നിന്ന് കടന്നു പോകുമ്പോഴും ആ ഉയരത്തിൽ നിന്ന് കൈ നീട്ടിന്റെ വെള്ളത്തിൽ നിന്ന് വെരുവെള്ളത്തിൽ വലിച്ചെടുക്കുവാൻ എൻ്റെ യേശുവിന്റെ കരം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ നിലയില്ലാ കയത്തിൽ മുങ്ങി താഴ്ന്ന പോലെ കുടുംബ പ്രശ്നമായിട്ട് കടന്നു പോകുന്നത്. ആമീൻ. ബിസിനസ് തകർന്ന്, ആമീൻ, ജീവൻ തലമുറയെ കൊണ്ട് ഭാരപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, ക്രിമിനൽ കേസുകൾ അകപ്പെട്ട്, ഹല്ലേലൂയ, നിലയില്ലാ കയത്തിൽ മുങ്ങി താഴ്ന്ന പോലെ കടന്നു പോകുന്ന ശ്രോതാവേ, ഇന്ന് പകൽ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നിന്റെ ജീവിതം മഹത്വപൂർണ്ണമായി മാറും. പ്രൈസ് ദി ലോർഡ്. എത്ര കാലമായി കരയാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി കണ്ണീരൊഴുക്കാൻ തുടങ്ങിയിട്ട്, ഒരു ആശ്വാസത്തിന് വേണ്ടി പല വാതിലുകളും മുട്ടി നോക്കിയില്ലേ? ഒരു സന്തോഷത്തിന് പലരോട് നീ സംസാരിച്ചില്ലേ? എവിടെ നിന്നിട്ട് സ്നേഹം കിട്ടുമെന്ന് ഓർത്ത് കരയുന്ന വിലപിക്കുന്ന മാതാവേ പിതാവേ, പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, ലോകം തരാത്തൊരു സ്നേഹം യേശു നിനക്ക് തരുമെന്ന്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കുന്നേ. നമ്മൾ യേശുവിനെ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലൊരു പൊട്ടൻ വിശ്വസിക്കുന്നവരാണ്. ഒരു പൊട്ടനെ പോലെ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. കാരണം അവന്റെ സ്നേഹം അത്ര വലുതാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, അദൃശ്യനായി ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അവൻ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്തിനാണ്? മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം നൽകുവാൻ, എന്റെ നിങ്ങളുടെ പാപത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കണക്ക് മത്തായിയുടെ സുവിശേഷത്തിലാകട്ടോ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താ? ആമേൻ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, 1-ാം അധ്യായം
ഹല്ലേലൂയ. അതിന്റെ 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഇതുണ്ട്. അവൻ തന്റെ ഹല്ലേലൂയ സ്തോത്രം ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണമെന്ന് സ്തോത്രം ഹല്ലേലൂയ. ദൂതന്മാർ ആരോട് പറഞ്ഞു? സ്തോത്രം മറിയോടും ജോസഫിനോടും പറഞ്ഞു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 20-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ നിലച്ചിരിക്കും. കർത്താവിന്റെ ദൂതൻ അടുത്ത സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫ് നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചു. ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് ഇതൊക്കെ സ്വർഗം രേഖപ്പെടുത്തിയ സാക്ഷ്യമാണ്. യേശുക്രിസ്തു കന്യകയായ മറിയയിൽ ജനിക്കുമെന്ന് ജോസഫിന് ദൂതന്മാർ പ്രത്യക്ഷ യോസഫിനോട് പറഞ്ഞപ്പോൾ യേശുവിന്റെ പേര് വരെ പറഞ്ഞു കൊടുത്തു. യേശു എന്ന് പേരിടണം. ദൈവം നമ്മോടുള്ള ഇമ്മാനുവേൽ എന്ന അർത്ഥമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ നിങ്ങളൊരു കുട്ടി ജനിച്ചാൽ നിങ്ങളൊരു പേരിടാൻ വേണ്ടി ഓടി നടക്കുക. നിങ്ങൾ പലരോട് ചോദിക്കുക, എൻ്റെ കുഞ്ഞിനൊരു പേരിടണം. ഇന്നാണ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു, എനിക്കൊരു കുഞ്ഞ് ലഭിച്ച ആ കുഞ്ഞിനൊരു പേരിടാൻ നിങ്ങൾ അറിയാവുന്ന പേര് പറയാൻ. ചിലരൊക്കെ ഈ ഗൂഗിളിൽ തിരഞ്ഞെടുക്കുക കുട്ടിക്ക് എന്താ പേരിടണമെന്ന്. അല്ലേ? അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും അവിടെയും തപ്പി ഇവിടെയും തപ്പി ഗൂഗിളിലും കയറി പലരോടും ചോദിച്ച് അഭിപ്രായം ആരാഞ്ഞ് പലരും പേരിടുമ്പോൾ യേശുവിന്റെ ജനത്തെങ്കിൽ ദൂതം പറഞ്ഞ് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവർ യേശുവിന്റെ പേരിടണം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വേറെ വിളിക്കപ്പെടും. ആ കർത്താവാണ് ജഡത്തിൽ വെളിപ്പെട്ടത്. സ്തോത്രം. അതാണ് ദൈവഭക്തിയുടെ മർമ്മം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവർ, യേശു ക്രിസ്തു ഒരു ശിശുവായി ജനിച്ചു നമ്മുടെ മധ്യ വസിക്കുവാനായി ആഗ്രഹിച്ചത് നമുക്ക് ലഭിച്ച ഒരു ഭാഗ്യമല്ലേ? യേശു ഒരു ശിശുവായി മറിയുടെ ഉദരത്തിൽ ജനിച്ച് ഇവിടെ ഒരു ശിശുവായി വളർന്ന് യേശുവിന് 30-ാമത്തെ വയസ്സിൽ തൻ്റെ മഹത്വമേറിയ ഒരു ശുശ്രൂഷയുടെ പൂർണ്ണതയിൽ യേശുവിലൂടെ അനുഭവിച്ച മഹാസത്യങ്ങൾ അത്ഭുതങ്ങളൊക്കെ നമുക്കൊരു സന്തോഷം തരുന്നതല്ലേ? അതാ സന്തോഷം. ലേരിയ. അപ്പം ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സ്നേഹം, യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം ഹല്ലേലൂയ എല്ലാം തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതായിരുന്നു. യേശു അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളെ നീക്കി അവരെ രക്ഷിക്കും വിധം ഹല്ലേലൂയ യേശു ഭൂമി നമുക്ക് വേണ്ടി ജീവിച്ചു. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, പാപത്തിന് പരിഹാരം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പഴയ നിയമ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പാപപരിഹാരം വരുത്തുവാൻ ആടുകളെയും കാളകളെയും ഒക്കെ യാഗം കഴിച്ചിരുന്നു. ആടുകളിലെയും കാളകളിലും രക്തം കൊണ്ടോ പശുവിന്റെ ഭസ്മം കൊണ്ടോ അന്ന് മനുഷ്യന്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്താൻ കഴിയാതിരുന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി ഹല്ലേലൂയ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ, പാപത്തിന് ശുദ്ധീകരണം വരുത്തി നിന്നെ പാപജലത്തിന് വിടുവിച്ച് ആത്മാവിൽ നിന്ന് നിറച്ച് നിനക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്ത് ചെയ്തു? യേശു നിനക്ക് വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ടു. യേശു നിനക്ക് വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ടു. രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പാപത്തിന്റെ പരിഹാരം യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. ഹല്ലേലൂയ. ക്രിസ്തു എന്നാൽ ഹല്ലേലൂയ അഭിഷേകത്താൽ നിറയ്ക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ രക്ഷകൻ, അഭിഷേകത്താൽ നിറയപ്പെട്ടവൻ, വീണ്ടെടുപ്പുകാരൻ, ഹല്ലേലൂയ നമ്മുടെ ഉദ്ധാരകൻ എന്നൊക്കെ യേശുവിന്റെ വിവിധ നിലകളിൽ നമുക്കറിയാൻ കഴിയും. രക്തം ചെയ്യും. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, യേശുവിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിലുണ്ടോ?
ആമേൻ. നിന്റെ ജീവിതത്തിലുണ്ടോ? നീ തകരുകയില്ല. യേശു നിന്റെ ജീവിതത്തിലില്ലെങ്കിൽ, യേശുവിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിലില്ലെങ്കിൽ, നിന്റെ കുടുംബം കല്ലും മുള്ളും കൊണ്ട് നിറയപ്പെട്ട അനുഭവമായിരിക്കും. എവിടെ ചവിട്ടിയാലും വേദനിക്കത്തക്ക നിലയിൽ ആമേൻ ജീവിതം തകർന്ന് ധരിപ്പണമാകും ശ്രോതാവേ. അതുകൊണ്ട് നിനക്ക് ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കലങ്ങി ഹൃദയത്തിന്റെ അനുഭവത്തിലാണോ ആമേൻ നീ ഇരിക്കുന്നത്? യേശുവിലേക്ക് വാ. ഒരു നുള്ള് സ്നേഹം എന്നൊക്കെ പറയും, ഒരു നുള്ളെന്നൊക്കെ പറഞ്ഞാല് ഒരു നുള്ള് സ്നേഹം പോലും നിനക്ക് ആരിൽ നിന്നും കിട്ടാതെ സങ്കടത്തിലാണോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിനക്ക് കുന്നോളം സ്നേഹം തരുവാൻ യേശുവിന് കഴിയും. നിന്റെ ജീവിതം മുഴുവൻ സ്നേഹത്തെ നിറയ്ക്കുവാൻ യേശുവിന് കഴിയുമെന്നേ. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ തേങ്ങൽ അറിയുന്നവൻ യേശുവാണ്. എത്ര സഹോദരിമാരെ ഹൃദയത്തിനകത്ത് തേങ്ങലുമായി കഴിയുന്നറിയോ? ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കാറുണ്ടെന്ന്. എല്ലാവരും പ്രശ്നങ്ങൾ എന്തുവാണ്? സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, കരുതലില്ല. എന്തെല്ലാം ചെയ്താലും നിന്നയാ, എന്തെല്ലാം ചെയ്താലും പരിഹാസമാണ്. രാവിലെ തൊട്ട് അന്ത്യോളം കഠിനാധ്വാനം ചെയ്ത് വീട്ടിനകത്തെ ജോലികളെല്ലാം ചെയ്തിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ ഒരുങ്ങിയാലും അപ്പം ചോദിക്കും, നീ എന്താ വെറുതെ ഇരിക്കുന്നത്? നിനക്കിവിടെ പണിയൊന്നുമില്ലേ? അങ്ങനെ ഒരു സഹോദരിയുടെ വേദന എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളതൊന്ന് കണക്കൂട്ടണ്ട, അതിവിടെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറയപ്പെടാൻ പറഞ്ഞു. ലേരിക. അതെ, നിങ്ങൾ എത്ര കഴിഞ്ഞാലും ചെയ്ത്. അതുപോലെ ചില സഹോദരിമാർ ചോദിക്കും, രാവിലെ പോയതല്ലേ, രാവിലെ പോയി പണിയെടുത്തിട്ട് ഇപ്പോഴാണ് വരുന്നത്, പണിക്ക് പോയില്ലേ, പണിയെടുത്ത പൈസയില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ കുടുംബം ഒരു യുദ്ധക്കളം പോലെ ചിലരുടെ. ഈ കുടുംബം എന്നൊക്കെ പറയുന്നത് സന്തോഷമായി ജീവിക്കുക. കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബത്തിനകത്ത് സന്തോഷമായിരിക്കണം, കുടുംബ സമാധാനമായി, സ്നേഹമായിരിക്കണം. എന്നാൽ ചില കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ ആയുധമെടുത്ത് യുദ്ധത്തിന് പടയൊരുങ്ങി നിൽക്കുന്ന പോലെ ചില കുടുംബത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ മക്കളും അപ്പനും അമ്മയും മരുമക്കളും ആയുധം ധരിച്ച വില്ലാളികൾ നിൽക്കുന്ന പോലെ ആ അനകത്തേക്ക് നമ്മൾ ചെന്ന് കയറുന്നത്. തേനീച്ച കൂട്ടി ചെന്ന് കയറുന്ന പോലെ ചില കുടുംബത്തിനകത്ത് ചെന്ന് കയറുന്നത്. ഞാനങ്ങനൊക്കെ ചെന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് പോവുക, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോവുക. ചെന്ന് ആ ഭവനത്തേക്ക് കാലുകുത്തി വന്ന തേനീച്ച കൂട്ടി കയറിയതിലായിപ്പോയി. എങ്ങനെ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ തോന്നുന്നേ. അങ്ങനെ നിന്റെ കുടുംബമാണ് സ്വതാവേ. അല്ലേലിയ. ഒരു ഭവനത്തിൽ ചെന്നു, അല്ലേലിയ. സ്നേഹത്തെ സൂചന പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയുണ്ട്. എൻ്റെ ഭാര്യ ഒന്നാമത് പെട്ടെന്ന് പേടിയാ. അല്ലേലിയ. അവൾ മരിച്ചുപോയി. സ്തോത്രം. അവൾ പിന്നോട് ഇനി നമുക്ക് അങ്ങോട്ട് വീട്ടിൽ പോകരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മളതിനെ പോകണം, നമ്മളെയാണ് കർത്താവ് അയച്ചത്. ഞങ്ങൾ ചെന്ന ഭവനത്തിലേക്ക് കയറിയില്ല. അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ അവരുടെ ബന്ധുക്കളോട് അവളുടെ കരി കൊണ്ട് തീർക്കാൻ തുടങ്ങി. സ്വതം ആ കരി തീർക്കാൻ പിന്നെ എത്ര നേരം കൊണ്ട് ഞങ്ങൾ ആശ്വസിപ്പിച്ചെന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ ആയുധം ധരിച്ച വില്ലാളികളെ പോലെ നിൽക്കുകയാണെന്ന്. കൈയും കാലും ഒക്കെ എടുത്ത് ചില റൗഡിസം പോലെ ചില കുടുംബത്തിന്റെ അവസ്ഥ ഏതാ? നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഏതാണോ? അല്ലെങ്കിൽ തേനീച്ച കൂട്ടി തേനീച്ച കൂട്ടിന്റെ കൂട്ടിച്ചെന്ന് കയറുന്ന പോലാണോ നിന്റെ വീട്ടിലേക്ക്, നിന്റെ വീട്ടിലെ അനുഭവങ്ങള്? ലേലിയ. നിമാനസാല അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ജഡത്തിൽ വെളിപ്പെട്ട യേശു നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, ആ യേശുവിന്റെ കുടുംബത്തിൽ വന്നാൽ, യേശുവിന്റെ ഹൃദയത്തിൽ വന്നാൽ നിന്റെ ജീവിതം തകരുകയില്ല. നിന്റെ ജീവിതം, നിന്റെ കുടുംബം യുദ്ധസമാനമായും യുദ്ധഭൂമിയായി മാറത്തില്ല. ലേലിയ. എത്രയോ കുടുംബങ്ങളായി യുദ്ധസമാനമായ യുദ്ധഭൂമി പോലെ കടന്നു പോകുന്നത്. പ്രൈസറോ. പുറത്തിറങ്ങിയ വളരെ ചെറുകു വിരിച്ചു നിൽക്കും. പുറത്തിറങ്ങിയ മുരിച്ചിരിച്ച വല്ലുകൊണ്ടെങ്കിൽ പുറത്തിറങ്ങിയ ഭയങ്കര പഞ്ചപാവം. ചിലർക്ക് പുറത്ത് ഭയങ്കര പഞ്ചപാവം. വായിൽ കോലിട്ട് കുത്തണം വായി നാമുണ്ടെന്ന്. എന്നാൽ വീട്ടിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവന്റെ വായിൽ നിറങ്ങുന്നത് കേട്ടാൽ, അവളുടെ വായിൽ നിറങ്ങുന്നത് കേട്ടാൽ, ചില കുടുംബത്തിൽ ചില മക്കളങ്ങോട്ട് പറയുന്ന ഭാഷകൾ കേട്ടാൽ, അപ്പനെയും അമ്മയും വിളിക്കുന്ന ചീത്ത കേട്ടാൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ പോകുന്നുണ്ടോ? ഇന്ന് മാനസാന്തരപ്പെടണം കേട്ടോ. ഈശ്വരോ. ഒരുപാട് അനുഭവങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം പറയുന്നത് കേട്ടോ. ഒരുപാട് ഭവനങ്ങൾ കയറിയിറങ്ങി കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അത് കാണുമ്പോഴാണ് ഈ ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ, ആത്മാവിൽ നീതീകരിക്കപ്പെട്ട യേശുവിനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ.
യേശു നിന്റെ ജീവിതത്തിനകത്ത് വന്നാൽ നിന്റെ കുടുംബം വലിയ സ്വർഗമാകുന്നു. ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് നിന്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ ആമേൻ ജഡത്തിൽ വെളിപ്പെട്ട യേശു നിന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ട യേശു നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നുള്ളൂ, ആ യേശു നിന്റെ ആമേൻ ജീവിതത്തിൽ വെളിപ്പെടണം. ആ യേശുവിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ അവൻ നിന്റെ ഭവനത്തിലുണ്ടാകണം. അങ്ങനെ അവൻ നിന്റെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയിട്ട് ഒലിവ് തൈകൾ പോലെ. കുടുംബത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞോ. ഒരു കുടുംബത്തിന്റെ പ്രാധാന്യത എന്താണ്? ഒരു കുടുംബത്തിന്റെ മഹാത്മ്യം എന്താണ്? ആ കുടുംബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ആ കുടുംബത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഈ 128 സങ്കീർത്തനം വായിക്കണം. അവിടാണ് പറയുന്നത്. 128 സങ്കീർത്തനം പറയുന്നുണ്ട്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ആമേ ഫലപ്രദമായ മുന്തിരിവള്ളി. ഹല്ലേലൂയ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ഒലിവ് തൈകൾ പോലെ. കുടുംബം അങ്ങനെയാകണം, അല്ലാതെ യുദ്ധഭൂമിയായി മാറരുത് കേട്ടോ. പക്ഷേ കുടുംബം ആ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സ്നേഹിത, ഇവിടെ വചനം പറയുന്നത് ആമേ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതുകൊണ്ട്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്നു. യോഹന്നാൻ പറയാണ്, വചനം ജഡമായി തീർന്ന് കൃപയിൽ സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹിതൻ, യേശുവിന്റെ മാറോട് ചേർന്നിരുന്നവൻ, യേശു ക്രിസ്തുവിനെ എന്നെ വിളിച്ച് വേർതിരിക്കട്ട അപ്പോസ്തലൻ, അല്ലെങ്കിൽ കഠിന കഷ്ടതയുടെ കടന്നു പോയവൻ, വറഞ്ഞട്ടിയിലിട്ട് വളർത്തവൻ, പത്മോസിന്റെ ഏകാന്തതയിൽ ആമേൻ ആയിരുന്നവൻ. ഹല്ലേലൂയ. സ്തോത്രം. ആ യോഹന്നാന് ആമേൻ സുവിശേഷം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, യോഹന്നാനെ നീ ഇങ്ങനെ എഴുതണം, അവൻ അല്ലെങ്കിൽ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞു. അല്ലെങ്കിൽ ഇതാണ് പൗലോസും പറയുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർ ജാതികളുടെ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കുക, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാണ് വലിയതാകുന്നു. പ്രൈസ് വ്യക്തം ചെയ്യും. അപ്പൊ നമ്മുടെ കർത്താവ് വചനമായിരുന്നു, ആദിയിൽ വചനമായിരുന്നവൻ. ഹല്ലേലൂയ. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ആമേൻ ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അൻമുഖാന്തരമുള്ള ഈ വചനമായ കർത്താവാണ് ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പം വചനമായ ദൈവം, ഈ കാണുന്ന അണ്ടകടാകത്തെ മുഴുവൻ ഭരിക്കുന്നവൻ, അഖിലാണ്ടത്തെ മുഴുവൻ അടക്കി വാഴുന്നവൻ, സകലത്തിന്റെ സൃഷ്ടാവ്, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഹല്ലേലൂയ, സകലത്തിന്റെ ഉടയവൻ, അദൃശ്യനായ ദൈവം, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തവൻ, ഹല്ലേലൂയ, ആ കർത്താവ് നമുക്ക് പ്രത്യക്ഷമാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. പ്രൈസ്. യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിനകത്തെ വിശ്വാസം. ആ വിശ്വാസമാണ് ആ കർത്താവിന് കാണാൻ കഴിയുന്നത്. അല്ലേ? അപ്പം കൃപയും സത്യം അമ്മ വചന ജഡമായി തീർന്നു, കൃപയും സത്യം പറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞ സ്തോത്രം. ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ വചനം ജഡം ധരിച്ചു എന്നത് നമുക്ക് അമ്മ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ തിമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോഴാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് അതിനൊരു മർമ്മമായി ഹല്ലേലൂയ പറയുന്നത്. അതാണ് യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് ഒരു മർമ്മമാണ് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോഴും യോഹന്നാൻ പറയുന്നതിന് മുമ്പ്, പൗലോസ് ഇത് പറയുന്നതിന് മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു. അല്ലെങ്കിൽ എന്താണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്? ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 9:6, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്ന, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് എത്രയോ വർഷങ്ങൾക്കും 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച ആ വചനമാണ് യോഹന്നാൻ ഇവിടെ എഴുതിയത്. വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇത് തന്നെയാണ് പൗലോസ് പറഞ്ഞത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഇത് തന്നെയാണ് ഞങ്ങൾ വിളിച്ചോളാം, ജഡത്തിൽ വെളിപ്പെട്ടു. ആർക്കു വേണ്ടി? നിനക്ക് വേണ്ടി. അവൻ ജഡത്തിൽ വെളിപ്പെട്ട മാതാവി നിനക്ക് വേണ്ടി, അവൻ ജഡത്തിൽ വെളിപ്പെട്ട പിതാവി നിനക്ക് വേണ്ടി. യുവാക്കന്മാരുടെ യേശു ജഡത്തിൽ വെളിപ്പെട്ടത് നിനക്ക് വേണ്ടിയിട്ടാ.
നിന്റെ പാപ സ്വഭാവത്തെ മാറ്റുവാൻ, നിന്റെ ശാപത്തെ മാറ്റുവാൻ, നിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നീക്കി നിത്യ നരകത്തിനായി വിധിക്കപ്പെട്ട നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിത്യ നരകത്തിനെ കൈപിടിച്ചുയർത്തി നിനക്ക് ദൈവരാജ്യം തരാൻ വേണ്ടിയിട്ട് അവൻ ജഡത്തിൽ നിനക്ക് വേണ്ടിയാ വെളിപ്പെട്ടത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടത് നിനക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, അത് ഏറ്റെടുക്കുന്നെങ്കിൽ, ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിനകത്ത് നീ സ്വീകരിച്ച് അവനെ അനുഗമിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിന്റെ അരാജകത്വങ്ങൾ മാറും, രക്തം ചെയ്യും. അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന്റെ അധികാരം തന്നുവെന്ന് യോഹന്നാൻ സുവിശേഷം 1:12 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കരഞ്ഞ് വേദനയോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ എത്ര കാലമായി പോകുന്നത്? ഇന്ന് പകൽ യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്കാമോ? യേശുവിന്റെ ഭവനത്തെ കൊടുക്കാമോ? യേശുവിന്റെ ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ ഭാര്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? നിന്റെ മാതാപിതാക്കളെ സമർപ്പിക്കാമോ? നിന്റെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ? നിങ്ങൾക്ക് കുടുംബമായി കർത്താവിന്റെ വേർതിരിക്കാൻ കഴിയുമോ? യേശുവെ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണം. ഈ ലോകത്ത് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്താൻ പറ്റുന്ന ഒറ്റ വ്യക്തി യേശു മാത്രമേ ഉള്ളൂ. ലോകത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ പറ്റുന്ന ഒറ്റ വ്യക്തി യേശു മാത്രമേ. കാരണം യേശു വന്നാൽ യുദ്ധമില്ല, യേശു വന്നാൽ വെല്ലുവിളിയില്ല, യേശു വന്നാൽ അവിടെ ഈ തേനീച്ച കൂട്ടി വരുന്ന പോലെ ഒന്നും അല്ല നമ്മുടെ യേശു കർത്താവ് വരുന്നത്. നമ്മുടെ യേശു നമ്മുടെ ഭവനത്തിലേക്ക് വരുന്ന സ്നേഹമുണ്ടാകും. യേശു നിന്റെ ഭവനത്തിലേക്ക് വരുന്നതിന്റെ നിന്റെ ഭവനത്തിൽ സമാധാനം തരാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ സമാധാനം. യേശു നിന്റെ ഭവനത്തിലേക്ക് സ്നേഹം തരാൻ വേണ്ടിയിട്ടാണ്. ആ സ്നേഹം നിന്നെ നിറയ്ക്കുവാൻ, സ്നേഹം കൊണ്ട് വാനുകളും നിന്റെ മുഴുവൻ നിറയ്ക്കുവാൻ, അതിനാണ് യേശു നിന്റെ ഭവനത്തിൽ വരുന്നത്. അവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ഭാഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. യേശു മുഖാന്തരം കാണുവാൻ കഴിയാത്ത, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, യേശു മുഖാന്തരം കാണുവാൻ കഴിയാത്ത, ഹല്ലേലൂയ, സ്തോത്രം, എന്താണ് യേശു മുഖാന്തരം കാണുവാൻ കഴിയാത്ത? നിങ്ങളുടെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരുപാട് സംഭവങ്ങൾ കാണും. പക്ഷേ യേശു മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് സകലതും കാണാൻ കഴിയും. യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ എല്ലാ കഷ്ടതയും മാറി നിനക്കൊരു പുതിയ അനുഭവത്തെ ദൈവം തരും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ, ഹല്ലേലൂയ, ആമേൻ, നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ അടുത്തുകൂടാത്ത സ്നേഹത്താൽ ദൈവത്തോട് ചേരുവാനുള്ള ആ വലിയ ഭാഗ്യം നിനക്കുണ്ടാകണം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ, കർത്താവ് യേശുവിന്റെ മധ്യാകാശ വരവെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയ സ്നേഹത്തിലേക്ക് ചേരുവാൻ ഇന്ന് പകൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രൈസ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ എല്ലാവരും വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ആത്മാവ് നീതീകരിക്കുന്ന ദൂതന്മാർ ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ആമേ തേജസ്സിൽ എടുക്കപ്പെട്ട എന്നിങ്ങനെ ദൈവോക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലുതാകുന്നു. അതെ, ഈ യേശുവിന്റെ നിന്റെ ഹൃദയം കൊടുക്കാമോ? യേശുവിന്റെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ, ഏത് പ്രതികൂലത്തിനാണ് യേശുവിന്റെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ എന്നോടൊപ്പം ഇങ്ങനെ ചേർന്ന് പറ, കർത്താവ് യേശുവേ, അങ്ങനെ ഹൃദയത്തിലേക്ക് വരണമേ, അങ്ങനെ ജീവിതത്തിലേക്ക് വരണമേ. ഹല്ലേലൂയ. ആമേ, യുദ്ധ സമാനമായ എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും അതിനകത്ത് സ്നേഹം നിറയ്ക്കുവാൻ ജഡത്തിൽ വെളിപ്പെട്ട യേശുവേ, അങ്ങ് ഞങ്ങളുടെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും വരണം. എൻ്റെ മക്കളിലേക്ക്, എൻ്റെ ഭർത്താവിലേക്ക്, എൻ്റെ അമ്മായിയിലേക്ക്, എൻ്റെ വരുമോളിലേക്ക്, എൻ്റെ ഭർത്താവിലേക്ക്, കുടുംബത്തിലേക്ക് അങ്ങ് വരണമേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കും. കണ്ണുകളുടെ ചേട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ 800 കോടി ജനം, അമ്മേ, തലമുറകളിൽ എണ്ണത്തിൽപ്പെടാത്തവർ, കർത്താവ്, കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ നടുവിലെ സമാനമായ അനുഭവത്തിലൂടെ പല കുടുംബങ്ങൾ കടന്നു പോകുമ്പോൾ അതിന്റെ നടുവിരുന്ന് പകൽ കർത്താവിയുടെ സ്നേഹം നിറയുവാൻ ജലത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ അനുഭവത്തിൽ വീട് ശാപത്തിന്റെ കെട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മദ്യമയക്കുവരെ ലഹരിക്ക് അടിപ്പെട്ട കർത്താവി, കുടുംബത്തിനകത്ത് അമ്മ കർത്താവി പ്രശ്നങ്ങൾ മാത്രമേ അനേക കുടുംബങ്ങളെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാവരെയും കർത്താവി ശൈശവത്തിനും ബാല്യം കൗമാരി യൗവനത്തിനും വാർത്തന്റെ അനുഭവത്തിന്റെ വശങ്ങളിലും യാചകരും ഓർഫണ ചോട്ട തലമുറയിലും ചുവരുഭൂമിയിലായിരിക്കുന്ന ലോകരാജ്യ രാഷ്ട്രത്തലവന്മാർ, എല്ലാ ഭരണ സംവിധാനങ്ങളെ, എല്ലാ മതങ്ങളെയും മത നേതാക്കന്മാർ, സകല ജനത്തെയും കർത്താവിയെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന മാനസാന്തരപ്പെട്ട് മടങ്ങുന്ന തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ദൈവമില്ല എന്ന് പറഞ്ഞ മോദന്മാർ, നിരീശ്വരമായ യുക്തിവാദികൾ അടക്കം ഹല്ലേലൂയ, സകല ജനങ്ങളും ജഡത്തിൽ വെളിപ്പെട്ട യേശു സത്യദൈവമാണത്, രക്ഷകനാണെന്ന് തിരിച്ചറിവുണ്ടായി കർത്താവി ജനം മടങ്ങി വരുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.